ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കക്കയിറച്ചി കൊണ്ടുള്ളൊരു തോരനാണ്. എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ കക്കയിറച്ചി തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവോളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനി മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ ഇപ്പം നന്നായി വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുത്ത കക്കയിറച്ചിയാണ്. വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങാ ചിരവിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കക്കയിറച്ചിയിലേക്ക് നമ്മൾ ചേർത്ത തേങ്ങായും മുളക് പൊടിയൊക്കെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കക്കയിറച്ചി വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 3-4 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്കയിറച്ചി തോരൻ റെഡിയായി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.